പ്രിയപ്പെട്ടവരെ, തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 പെൺകുട്ടികളിൽ 2 പേർ മരിച്ചു. തൃശൂർ പട്ടിക്കാട് സ്വദേശിനി അലീന, ആൻ ഗ്രേസ് എന്നിവരാണ് മരിച്ചത്. ഡാമിലേക്ക് വീണ കുട്ടികളിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, അങ്ങനെ 2 കുട്ടികളും മരണത്തിന് കീഴടങ്ങി, ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. എന്തായാലും അല്ലാതെ നമ്മളെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായി പോയി. എന്താണ് കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ 3:30 മുതൽ ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയായിരുന്നു അപകടത്തിൽപ്പെട്ട 4 കുട്ടികളെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. ഒരു പരിധിവരെ അത് വിഫലമായിരിക്കുകയാണ്. 2 കുട്ടികളുടെ മരണം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. പക്ഷേ 4മതൊരു കുട്ടി ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വരുന്നു എന്ന ആശ്വാസ വാർത്തയും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 3:30 പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് സെൽഫി എടുക്കാനിറങ്ങിയ കുട്ടികൾ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന് അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ഉൾപ്പെടെ 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ തൃശ്ശൂരിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അതിനുശേഷം നിരവധി ഡോക്ടർമാരുടെ സഹായത്തോടെ ചികിത്സാ മേഖല വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. എല്ലാ സംവിധാനങ്ങളോടും കൂടി കുട്ടികളെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വന്നിരുന്നു. ഇതിനിടയിലാണ് അലീന എന്ന 15 വയസ്സുകാരി അർദ്ധരാത്രിയോടുകൂടി മരണത്തിന് കീഴടങ്ങുന്നത്. അവർ സെന്റ് ക്ലൈൻസ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. 15 വയസ്സുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 1:30 മറ്റൊരു കുട്ടിയായ ആൻ ഗ്രേസ് മരണത്തിന് കീഴടങ്ങി. അവർക്കും 16 വയസ്സായിരുന്നു. ഇവരെല്ലാം ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഇനി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഐറിന്റെ സാഹചര്യവും എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ജെയ്സൺ, എന്തായാലും അതിൽ ഒരു കുഞ്ഞിന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. അവർ 4 പേരും ഈ തിരുനാളിന് വന്ന സമയത്ത് സെൽഫി എടുക്കാൻ വേണ്ടി ആ പീച്ചി ഡാമിലെ ഒരു ഭാഗത്തേക്ക് പോയി. പാറയും കുറച്ച് ചരലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്താണ് കാൽ വഴുതിയ പീച്ചി ഡാമിലെ റിസർവോയറിലേക്ക് വീഴുകയായിരുന്നു. 4 പേർക്കും നീന്തലും അറിയുമായിരുന്നില്ല. 3 പേർ ആണ് ഇപ്പോൾ 2 പേരാണ് ഇപ്പോൾ മരിച്ചത്. ഒരു കുഞ്ഞിന്റെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ.